നമസ്കാരം. ചങ്ങനാശ്ശേരി പെരുന്നയിൽ പോപ്പിന്റെ കൊട്ടാരത്തിൽ ഒരു ആഘോഷം നടക്കുകയാണ്. ആഘോഷത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിട്ട് ഇപ്പോഴത്തെ പോപ്പിന്റെ കാൽ തൊട്ട് ബന്ധിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ രാവിലെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടാണ് കണ്ണു തുറന്നത്. എന്താണ് ഈ മന്നൻ ജയന്തി നടക്കുമ്പോൾ സുകുമാരൻ നായരുടെ കാല് പിടിക്കണം? സുകുമാരൻ നായരുടെ കാല് പിടിക്കാൻ ആവശ്യമുള്ളവർ വരും. ഈ കേരളത്തിലെ നായന്മാരെല്ലാം സുകുമാരൻ നായരുടെ കാല് പിടിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കേരളത്തിലെ നായന്മാരാരും സുകുമാരൻ നായരുടെ കാല് പിടിക്കാനും സുകുമാരൻ നായരുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കാനൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അത് വെറുതെ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് സുകുമാരൻ നായരുടെ ആവശ്യമുണ്ട്. കാരണം പോപ്പ് എങ്ങോട്ടാണ് തിരിയുന്നത്, വലത്തോട്ടാണോ ഇടത്തോട്ടാണോ ഇനി നേരെയാണോ എന്നൊന്നും ആർക്കും അറിയാൻ പറ്റാത്തത് കൊണ്ട് എല്ലാ പാർട്ടിക്കാരും പോയി കമന്ന് കിടക്കും. സുകുമാരൻ നായർ വിചാരിച്ചാൽ നായന്മാരുടെ മുഴുവൻ വോട്ടിനെയും ഏകോപിപ്പിക്കാൻ ഒരിക്കലും ഇല്ല. നായന്മാരെന്ന് പറയുമ്പോൾ സുകുമാരൻ നായർ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? സുകുമാരൻ നായർ വിചാരിച്ചാൽ സുകുമാരൻ നായർ വിളിച്ചാൽ ചിലപ്പോൾ 10-15 നായന്മാർ വരും, അല്ലെങ്കിൽ 10-15 കരയോഗങ്ങളിൽ ആളുകൾ വരും. സുകുമാരൻ നായർ വിളിച്ച എല്ലാ കരയോഗങ്ങളിലും ആളുകളും വരത്തില്ല. ഒരു നായന്മാർ ഇപ്പൊ കരയോഗങ്ങളിൽ ഇല്ലാത്ത നായന്മാരും സുകുമാരൻ നായർ വിളിച്ചവല്ല. ഈ നായർ എന്ന് പറയുന്നത് എന്താ പറയുക, പെരുന്നയിലെ പോപ്പ് പറയുമ്പോൾ മാത്രം കുനിയാനും നിവരാനും നിൽക്കുന്ന ആളുകളല്ല. അത് ആദ്യം സുകുമാരൻ നായർ മനസ്സിലാക്കണം. പിന്നെ എനിക്കിതിൽ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത്, പണ്ടേ ഞാൻ ഇതിനെ എതിർക്കുന്ന ഒരാളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ പണ്ടേ ഞാൻ ഈ പോപ്പിന്റെയും ഇപ്പോൾ സുകുമാരൻ നായർ 2011 മുതൽ NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതാണ്. ആദ്യം അസിസ്റ്റന്റ് സെക്രട്ടറി പദവി ആയിരുന്നതാണ്. ഏത് പദവിയിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം ഈ പദവിയിൽ എത്തിയെന്നുള്ളതൊന്നും ഇനി പൊതുവെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഒരു സാമുദായിക നേതാവാണ്. ആ സംഘടനയിലുള്ള ആ സാമുദായിക സംഘടനയിലുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള NSSൽ എത്ര പേര് ഇപ്പോഴും ജോലി കിട്ടാതെയും വിവാഹം കഴിക്കാതെയും എന്തുമാത്രം കാര്യങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ അല്ല സുകുമാരൻ നായർ. വെള്ളാപ്പള്ളി നടേശൻ പിന്നെയും കുറച്ചുകൂടെ ഒരു ഇതുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള നായന്മാരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നാണ് ഇവരെ പോലുള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊക്കെ പറയുമ്പോൾ ഇതിന് പരിമിതികളുണ്ട്. പെട്ടെന്ന് പറയുമ്പോൾ മറ്റൊരു മതത്തിൽ നിന്നല്ലേ ജാതിയിൽ നിന്ന് വന്ന ഒരാള് അധിക്ഷേപിക്കുന്നു, ചോദ്യം ചെയ്യുന്നു എന്ന് പറയും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തുറന്നു പറയുന്നതിന് ഒരു മടിയില്ല. ഇല്ല, എനിക്കൊരു മടിയില്ല തുറന്നു പറയാൻ. കാരണം ഇവര് ഈ പ്രായമായവരെ മെന്റലി ഇവർ ചെയ്തു വെച്ചേക്കുന്ന ഒരു സാധനം. ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ യാഥാസ്ഥികമായ പക്ക ഒരു നായർ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം ഞാൻ ഇന്ന് വരെ സുകുമാരൻ നായർ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ സുകുമാരൻ നായർ നായന്മാരെ ഉദ്ധരിക്കാൻ ഇറങ്ങിയ ഒരു അവതാരമാണെന്നോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ കഴിഞ്ഞാൽ അടുത്ത് സുകുമാരൻ നായരുടെ അടുത്ത അവതാരം സുകുമാരൻ നായർ, ഇതൊന്നും എനിക്ക് ഞാൻ അംഗീകരിക്കുന്ന കാര്യമല്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളുമല്ല. പിന്നെ ഇവർ പറഞ്ഞു വെക്കുന്നത് ഈ മരണസമയത്ത് നമുക്ക് ഈ NSSന്റെ ഓരോ വർഷവും ഓരോ മാസം എങ്ങാണ്ട് പൈസ അടയ്ക്കണം. എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. പൈസ അടയ്ക്കണം. അപ്പൊ NSS കരയോഗം എന്ന് പറഞ്ഞൊരു ഒരു മഞ്ഞ കളറിൽ ഒരു ബുക്ക് നമ്മളെ വീട്ടിൽ എല്ലായിടത്തും തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ പൈസ അടയ്ക്കണം. പൈസ അടച്ചില്ലെങ്കിൽ ഒരു മരിക്കുന്നതിന്റെ അന്ന് എവരാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഇവര് തൊട്ടില്ലെങ്കിൽ മോശം കിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് NSS തൊട്ടില്ലെങ്കിൽ കരയോഗത്തിന്റെ ആൾക്കാരാണ് ഫുള്ള് കാര്യങ്ങൾ. നമ്മളെ നാട്ടിൽ ഇതാണ്, നമ്മുടെ നായർ സമുദായത്തിലൊരു ഇതാണ്, ഈ മരിക്കുന്ന ദിവസം NSSകാരാണ് കാര്യങ്ങൾ നോക്കുന്നത്. അത്ര മാത്രമേ ഇവരെ കൊണ്ട് ഉപയോഗമുള്ളൂ. അല്ലാതെ ഒരു സമയത്ത് അസുഖബാധിതരായി കിടക്കുന്ന സമയത്ത് ഇവർ തിരിഞ്ഞു പോകും. ഇവർ എന്റെ അറിവിലില്ല. ഇനി ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പരമപുണ്യമായിട്ട് നിങ്ങൾ കണക്കാക്കിക്കൊള്ളണം. ഒരു അഡ്മിഷൻ നമ്മൾ പോയ NSS നമുക്കൊരു അഡ്മിഷൻ കിട്ടിയതായിട്ട് ചരിത്രമില്ല. കിട്ടിയിട്ടുണ്ടാകും, NSS കോളേജുകളുണ്ട് അവിടെയൊക്കെ. പക്ഷെ അവിടെയും ഫണ്ട് കൊടുത്ത് കയറിയ ചരിത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കോളേജുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും NSSന്റെ പേര് പറഞ്ഞ് ഒരു ആനുകൂല്യം ഇന്ന് വരെ ഒരു നായന്മാർക്ക് കിട്ടി. ആനുകൂല്യം ഇല്ലാത്ത വിഭാഗമാണ് നായന്മാര്. അപ്പൊ പിന്നെ പോപ്പിനെയൊക്കെ കൈകൊണ്ട് തൊഴുതിട്ട് ഈ കേരളത്തിലെ നായന്മാർക്കൊന്നും ഏതെങ്കിലും നായന്മാര് പോപ്പിന് മുമ്പ് ചെന്ന് ഈ നേതാക്കന്മാരെ ഇപ്പൊ കോൺഗ്രസിലെയും CPMലെയും ഇയാൾ ആത്യന്തികമായ ഒരു CPM കാരനാണ്, CPMലെയും BJPയിലെ നേതാക്കന്മാർ ചെന്ന് കമന്ന് കിടക്കുമ്പോൾ ഏതെങ്കിലും സാധാരണക്കാരെ സമയവും കളഞ്ഞിട്ട് ഇയാളെ മുമ്പ് ചെന്ന് കമന്ന് സുകുമാരൻ നായർ എന്താണെന്ന് കേരളത്തിലെ നായന്മാർക്ക് നന്നായിട്ട് അറിയാം. പെരുന്നയിലെ വലിയ കെട്ടിടം കെട്ടിവെച്ച് അതിന്റെ അകത്ത് AC റൂമിന്റെ അകത്ത് ഇരുന്ന് നായന്മാരതാ ഞാൻ അങ്ങ് ഉദ്ധരിച്ചു, കേരളത്തിലെ നായന്മാർക്കെല്ലാം നാളെ മുതൽ ജോലി കൊടുത്തു. കേരളത്തിൽ എത്ര NSSന്റെ സ്ഥാപനങ്ങളുണ്ട്, എത്ര NSSന്റെ സ്ഥാപനം പഠിച്ചിറങ്ങിയിട്ട് ലക്ഷങ്ങൾ ചോദിച്ചിട്ട് കയറാൻ പറ്റാതെ നിൽക്കുന്ന എത്ര B.Ed അധ്യാപകരുണ്ട്, എത്ര പിയൂണന്മാരുണ്ട്, എത്ര ക്ലർക്കുമാരുണ്ട്, എത്ര പിള്ളേരുണ്ട്, എത്ര തൊഴിലവസരങ്ങൾ നൽകാൻ ഇവരെത്ര തൊഴിലവസരങ്ങൾ നൽകി ഇവരെ ആളുകൾക്ക്. ഇവരെ കുഞ്ഞമ്മേരെയും വലിയമ്മേരെയും ചിറ്റപ്പേരെയും വലിയച്ഛൻ്റെ മക്കൾക്കല്ലാതെ ഇതൊക്കെ നമ്മളിതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ കരയോഗത്തിൽ നിന്ന് വരും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മരിക്കുമ്പോ എനിക്ക് പട്ടിടണ്ട, എനിക്ക് പട്ടിടണ്ട. എനിക്ക് ഒരു പട്ടിടണ്ട. ഞാൻ പറയുന്നത് ഞാൻ മരിക്കുമ്പോ പറ്റുമെങ്കിൽ എന്നെ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ കൊടുക്കണമെന്നാണ്.
ഇല്ലെങ്കിൽ ആ ശ്മശാനത്തിലോ എല്ലാം കൊണ്ടുവന്ന് അങ്ങ് തീർത്ത മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആര് തൊടുന്നു, ആരടക്കുന്നു, ആര് പട്ടിടുന്നു, ഇതൊക്കെ ആരാണ് കാണാതിരിക്കുന്നത്? ശരിക്കും ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ, രോഗബാധിതരെ കിടക്കുമ്പോൾ ഒരു മരുന്നിന് ഗുണമില്ലാത്ത ആളുകൾ, മരിച്ചു കഴിയുമ്പോൾ ബന്ധവും സ്വന്തവും ജാതിയും മതവും പറഞ്ഞ് അതിന്റെ വിഭാഗത്തിന്റെ കരയോഗത്തിന്റെ മരിച്ചു കഴിയുമ്പോ പിന്നെ ഈ പ്രത്യേകിച്ച് ബ്രാഹ്മണർ, നായർ ആ വിഭാഗത്തിൽ ഈ സവർണ വിഭാഗം എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ചടങ്ങുകളാണ്. ഇതിനോടൊന്നും എനിക്ക് അന്ന് താല്പര്യമില്ല, ഇന്ന് താല്പര്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പേരിൽ കഞ്ഞി കുടിച്ചാലെന്ത്, നമ്മളെ പേരിൽ സദ്യ ഉണ്ടാലെന്ത്, റീത്ത് വെച്ചാലെന്ത്, നമ്മളെ പേരിൽ ഇഡലി സാമ്പാർ കഴിച്ച്, ഇതൊക്കെ നമ്മളറിയാം. നമ്മളെ പേരിൽ പറഞ്ഞ് നമ്മളെ കുറ്റം പറഞ്ഞവർ വരെ വന്നിരുന്ന് ഇഡലി സാമ്പാറും കഴിച്ച് നല്ല പോലെ കൈയും നക്കി ഏമ്പക്കുവം വിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകും. കൈ നക്കെന്ന് പറയുമ്പോ സുരേഷ് ഗോപി ഉദ്ദേശിച്ച് പറഞ്ഞാൽ സുരേഷ് ഗോപി ഞാൻ ഉദ്ദേശിക്കില്ല. ഈ പെരുന്നയില് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പോയി പാർട്ടി ഇറക്കി. മന്ത്രിയും MP ആകുന്നതിന് മുമ്പ് ഒരു ചെവിയിൽ കൂടെയുള്ള നായർ എത്തിയിരുന്നു, അവിടുന്ന് അടിച്ചിറക്കി വിട്ടു. കമ്മിറ്റി നടക്കുന്നുണ്ട്. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രി. അല്ല, വേറൊരു നായർ കാല് പിടിക്കാൻ പോയിട്ട് പിറ്റേ ദിവസം താക്കോൽ സ്ഥാനം ആ നായർക്ക് കിട്ടി. ആരുടെ പേര് ഞാൻ പറയണ്ടല്ലോ, ഇച്ചിരി പൊക്കം ചെന്നിത്തല ഭാഗത്തൊക്കെ ഉള്ള ഒരു നായരാ. അത്തരത്തിൽ പോപ്പിന് അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ പെരുന്നയിലെ പോപ്പിന്റെ ഒരു ആഗ്രഹമാണ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളത്. നടക്കുമോ? UDF ഭരണത്തിൽ വന്നാൽ ഈ VD സതീശനും KC വേണുഗോപാലൊന്നും ഇത്തരത്തിൽ ഈ നാറിയ പരിപാടികൾ കാണിക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. VD സതീശൻ ഒട്ടും പോണത് ഈ സാമുദായിക നേതാക്കന്മാരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത്, കാലില് പോയി ഉമ്മ വയ്ക്കുന്നത്, കാല് കഴുകുന്നത്, വെള്ളം കുടിക്കുന്നതെന്നും VD സതീശൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. ഇതിപ്പോ വെള്ളാപ്പള്ളി ചെയ്താലും സുകുമാരൻ നായർ ചെയ്താലും ഇനി വേറെ ഏത് മേലധ്യക്ഷന്മാർ ചെയ്താലും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. എന്തിനാണ് ഇവർ ഈ പോപ്പ് പറഞ്ഞാലൊന്നും ഒരു നായന്മാര് കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല, BJPക്ക് വോട്ട് ചെയ്യില്ല, കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യില്ല. ഇന്നത്തെ ദിവസം രാവിലെ നേരം വെളുത്തപ്പോ എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാര് വന്ന് പോപ്പിന്റെ കാല വീഴ്. അതിൽ BRM ഷെരീഫീർ കോൺഗ്രസിലെ ഇന്നലെ സോണിയാഗാന്ധി ചരട് കെട്ടാൻ വയ്യാതിരുന്നപ്പം മറ്റേ അയ്യപ്പനായിട്ട് പോയത് പോറ്റിയാണെന്ന്. എന്തൊക്കെ വിഡ്ഢിതരങ്ങളാണ് രാവിലെ വന്ന് കാല് തൊട്ട് കരഞ്ഞു കിടക്കാം. അപ്പം അടുത്ത സീറ്റ് മേടിച്ചിട്ട് മത്സരിക്കുമ്പോൾ നായന്മാരുടെ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ലേ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. നായന്മാര് ഇവര് വിചാരിക്കും. ഇപ്പൊ VD സതീശൻ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ കൃത്യമായി വോട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. അവിടെ ഭൂരിപക്ഷമാണ് ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷമാണ്. അതിലൊരു വിഭാഗമേ നായന്മാര് വരുള്ളൂ. ആ ഒരു വിഭാഗം വരുന്ന ഇത്ര ഉള്ള നായന്മാരുടെ ഒരു പ്രതിനിധിയല്ലേ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. ബാക്കി ഈഴവന്മാർ അല്ലെങ്കിൽ മറ്റു സമുദായക്കാർ പോകും. നമ്മുടെ ജാതി മതം ഒന്നും പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു 4 വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ഇത്തരത്തിൽ വന്നിരുന്ന അയാളെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തത്, സുകുമാരൻ നായർ ദൈവമാണോ കാല് പിടിക്കാൻ? നമ്മുടെ അച്ഛന്റെ കാല് തൊട്ട് വരും അല്ലെ, അമ്മയുടെ കാല് തൊട്ട്. ഇനി കുടുംബത്തിലൊരു മുത്തശ്ശി ഉണ്ടെങ്കിൽ ചിലപ്പം വല്ല നിങ്ങളുടെ സമുദായത്തിന്റെ ഒരു ഉന്നത നേതാവാണ്. സമുദായത്തിൽ ഉന്നത നേതാവാണെങ്കിൽ അങ്ങേർക്ക് കൊള്ളാം. നമുക്ക് പ്രശ്നമായി, നമുക്കത് കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകാത്തവര് ഇങ്ങനെയാണ് ജനറൽ സെക്രട്ടറി എന്ന് അറിയാവുന്ന എത്ര യുവതലമുറയുണ്ട് ഇപ്പോ? എത്ര യുവതലമുറയുണ്ട്? NSSന് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടെന്ന്, ആ ജനറൽ സെക്രട്ടറിയുടെ പേര് സുകുമാരൻ നായരാണെന്ന് പിന്നെ വല്ല PSC പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് അറിയായിരിക്കും. അല്ലാതെ അങ്ങനെ ചോദ്യം വരെയില്ല, അത്രയും ഇല്ല. അങ്ങനെ പോയാൽ ഒരു പക്ഷെ ഇപ്പൊ SNDPയുടെ പ്രമുഖ നേതാവാരെന്നൊക്കെ വെള്ളാപ്പള്ളി എന്ന് പറയും. അത് വെള്ളാപ്പള്ളി ജീവിച്ചിരുന്നാലും പറയും വെള്ളാപ്പള്ളി എന്നേ പറയും. SNDPയുടെ ഒരു ഘടകം മുഴുവൻ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. അതിലും വലിയ നേതാക്കന്മാരുണ്ട്. പക്ഷേ ഗോകുലം ഗോപാലിനെ ഒന്നും തള്ളി പറയാൻ പറ്റില്ല. നേതാക്കന്മാര് പക്ഷെ SNDP കേൾക്കുമ്പോ സാധാരണക്കാരൻ പറഞ്ഞാൽ അത് വെള്ളാപ്പള്ളി. NSS എന്ന് കേൾക്കുമ്പോൾ ഇത് 10ാമത്തെ NSS ജനറൽ സെക്രട്ടറി ആണ്. ഈ 9 പേരെ നമുക്ക് പല രീതിയിലും അറിയത്തില്ല. മന്നത്താചാര്യനെ പോലെയുള്ള ആളുകൾ നയിച്ച ഒരു പ്രസ്ഥാനം വളരെ ദുരിതപൂർണമായ ജീവിതം നയിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു സമുദായത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന ആളാണ് മന്നത്താചാര്യൻ. അദ്ദേഹത്തിന്റെ 149ാമത്തെ ഒരു ജയന്തി നടക്കുമ്പോൾ ആ ജയന്തിക്ക് ശോഭ കെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ശരിക്കും. അദ്ദേഹത്തെ ചെന്ന് നമിക്കാം, അദ്ദേഹത്തെ ചെന്ന് തൊട്ട് മടങ്ങാം. അതും ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് വേണമെങ്കിൽ. ഇപ്പം മന്നത്ത് പത്മനാഭൻ ആരെന്ന് ചോദിക്കുന്ന NSSകാരുണ്ട്. ആരാണ് ഈ മന്നത്ത് പത്മനാഭൻ എന്ന് ചോദിക്കുന്ന NSSകാരുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ മന്നത്തോ അറിയേണ്ട കാര്യം. അവർ പറയുന്നത് ഞങ്ങളുടെ പേരിലെ ജാതി പോലും നിങ്ങളെടുത്ത് കളയാനാണ് പറയുന്നത്. ഒരു നല്ലൊരു വിഭാഗം അങ്ങനെ പറയുന്നത്. എന്തിനാണ് നമ്മളെ മറ്റുള്ളവരുടെ ഇടയിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേറിട്ട് നിർത്തി ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്.
എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത്? അത് ആ ജാതി കാലം എടുത്ത് മാറ്റി എന്നാണ് ഇപ്പോഴത്തെ തലമുറ പറയുന്നത്. ആ ലെവലിലേക്ക് കടക്കുമ്പോഴാണ് ഇവിടെ ഇപ്പോഴും മറ്റേ 60കളിലെയും 50കളിലെയും 40കളിലെയും കാലം ഇവിടുത്തെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവർക്കൊന്നും നാണവും മാനവും ഇല്ലേ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത്രയും അപഹാസ്യരാകുന്നത് എന്തിനാണ് നേതാക്കന്മാരെ നിങ്ങൾ 4 വോട്ടിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇത്രയും അപമാനിതരാവരുത്, ഇത്രയും അപഹാസ്യരാകരുത്. അത് മാത്രമേ ഉള്ളൂ. സുകുമാരൻ നായർ ദൈവമല്ല, പോപ്പല്ല, ഒന്നുമല്ല. NSSന്റെ ജനറൽ സെക്രട്ടറി മാത്രമാണ്. അടുത്ത ആള് വരുമ്പോൾ അത് മാറി അടുത്ത മുഖത്തിലേക്കായി, അത്രേ ഉള്ളൂ. പിന്നെ സുകുമാരൻ നായർ NSS ഉണ്ടാക്കിയതാണ്, സുകുമാരൻ നായരാണ് NSS എന്നും പറഞ്ഞ ഇവിടെ നായന്മാരാരും പിന്നെ വിട്ടു തരുമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. അത് നമുക്ക് പാരമ്പര്യമായി കിട്ടിയ നമ്മൾ കൊണ്ടുപോകുന്ന NSSന്ന് ആനുകൂല്യങ്ങൾ കിട്ടിയവരുണ്ടാകും, കിട്ടാത്തവരുണ്ടാകും, അതൊക്കെ വേറെ കാര്യങ്ങൾ. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാക്കൾക്ക് ചേർന്ന പരിപാടിയാണോ ഇപ്പൊ ഇവർ കാണിച്ചത് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്.